ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും നിറഞ്ഞ ഓണാശംസകൾ. എൻ്റെ പേര് ദീപ്തി. ഞാനിന്നിവിടെ അവിയലിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. നമ്മൾക്ക് സദ്യയിലൊക്കെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഐറ്റമാണ് അവിയൽ. പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് അവിയൽ ഉണ്ടാക്കുന്നത്. ഇത് കുഴഞ്ഞു പോകാതിരിക്കാനായിട്ടും ഇതിൻ്റെ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടും കുറച്ച് ടിപ്സും കൂടെ ഞാനിവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. നമ്മൾക്ക് ഇഷ്ടമുള്ള എല്ലാ വെജിറ്റബിൾസും എടുക്കാം. ഞാനിവിടെ കോമൺ ആയിട്ട് എടുക്കുന്ന കുറച്ച് വെജിറ്റബിൾസാണ് കാണിക്കുന്നത്. അവിയലിന് നമ്മൾ വെജിറ്റബിൾസ് അരിയുമ്പോൾ അത് നീളത്തിൽ വേണം അരിയാനായിട്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ക്യാരറ്റ്, പയറ്, മത്തങ്ങ കുറച്ച് ചെറിയ 2-3 പീസ് എടുത്തിട്ടുള്ളൂ, മുരിങ്ങക്കായ, കോവയ്ക്ക, ഇതെല്ലാം നീളത്തിലാണ് അരിഞ്ഞിട്ടുള്ളത്. പിന്നെ എടുത്തിരിക്കുന്നത് വഴുതനങ്ങയിൽ എപ്പോഴും കുറച്ച് കറി ഉണ്ടായിരിക്കും. അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ തൈര് 3 ടേബിൾ സ്പൂൺ, നല്ല കട്ട തൈരാണ് എടുത്തിരിക്കുന്നത്. പിന്നെ എടുത്തിരിക്കുന്നത് 2-3 തണ്ട് കറിവേപ്പില, വെള്ളരിക്ക, ചേന, ഉരുളക്കിഴങ്ങ്, പച്ചക്കായ, ഇതെല്ലാം നീളത്തിൽ കനം കുറച്ച് വേണം അരിയാനായിട്ട്. ഇനി നമ്മൾക്ക് അരപ്പിനാവശ്യമായിട്ട് കുറച്ച് സാധനങ്ങൾ വേണം. ചെറിയ ഉള്ളി 5-6 എണ്ണം, തേങ്ങ 1 കപ്പ്, പിന്നെ ഞാനിവിടെ ടേസ്റ്റ് കൂടാനായിട്ട് കാന്താരി മുളകാണ് എടുത്തിരിക്കുന്നത്. ഇനി വേണ്ടത് മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, ജീരകം അതായത് ക്യുമിൻ സീഡ്സ് 1 ടീസ്പൂൺ. ഇത്രയും സാധനങ്ങളാണ് നമ്മൾക്ക് ആവശ്യമുള്ളത്. ഇനി നമ്മൾക്ക് ഈ തേങ്ങയൊന്ന് ഒതുക്കിയെടുക്കണം. ഇത് ഒരുപാട് അരഞ്ഞു പോകരുത്, ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുത്താൽ മതി. അതിനായിട്ട് ആദ്യം തന്നെ കാന്താരി മുളക് ഇട്ടിട്ടുണ്ട്. കാന്താരി മുളകൊക്കെ അവരവരുടെ എരിവിനനുസരിച്ചിട്ട് ഇടാം. ഇത് കുറച്ചധികം എരിവുള്ള മുളകാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ എരിവ് കൂടുതൽ വേണമെങ്കിൽ കുറച്ചും കൂടെ എടുക്കാം. കാന്താരി മുളക് ഇല്ലെങ്കിൽ പച്ചമുളകായാലും എടുക്കാം. ഇതിൻ്റെ ഒപ്പം തന്നെ ജീരകവും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ ഒറ്റ പ്രാവശ്യം ഒന്ന് കറക്കിയാൽ മതി. ഒരുപാടിട്ട് അരയ്ക്കേണ്ട ആവശ്യമില്ല, ഇതുപോലെ ഒന്ന് ആക്കിയെടുത്താൽ മതി. ഇനി ഇത് സൈഡിലോട്ട് മാറ്റി വെച്ച് നമ്മൾക്ക് അവിയലുണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണയിൽ വേണം നമ്മൾ അവിയൽ എപ്പോഴും ഉണ്ടാക്കാനായിട്ട്. ആദ്യമേ കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ച വെജിറ്റബിൾസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ചിലർ ഇതിനകത്തോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കും. ഞാനിവിടെ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാൻ പോവാണ്. അതായത് ഇത് കുഴഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെജിറ്റബിൾസ് എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ ഇത് കുഴഞ്ഞു പോകത്തില്ല. പിന്നെ ഇതിനകത്ത് തന്നെ വെള്ളം ഇറങ്ങി വരും. അതുകൊണ്ട് ഞാനിവിടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല. പിന്നെ ഇതിനകത്ത് തൈരിന് പകരം പച്ചമാങ്ങ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഈ സമയത്ത് തന്നെ പച്ചമാങ്ങയും കൂടി ഇട്ട് കൊടുക്കുക. അത് ഒരുപാട് കുഴഞ്ഞു പോകാത്ത മാങ്ങ വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ഇട്ട് കഴിഞ്ഞു. ഇനി ഇതിനകത്തോട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മൾക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ആദ്യമേ ഇത് നോർമൽ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമ്മൾക്കിത് നന്നായി തീ കുറച്ച് വയ്ക്കണം. അപ്പോഴാണ് ഇതിനകത്ത് വെള്ളമെല്ലാം ഇറങ്ങി വരുന്നത്. ആ വെള്ളത്തിനകത്ത് കിടന്ന് തന്നെ ഈ വെജിറ്റബിൾസ് എല്ലാം വേവും. അപ്പോൾ ഇത് കുഴഞ്ഞു പോകത്തുമില്ല. ഇപ്പോൾ ഇതെല്ലാം നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്ലെയിം കുറച്ച് വെച്ച് അടച്ചു വയ്ക്കാൻ പോവാണ്. അന്നേരം ഇതിനകത്ത് വെള്ളമെല്ലാം നന്നായി ഇറങ്ങി വരും. ഇപ്പോൾ ഇതിനകത്ത് വെള്ളമെല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട്. വെജിറ്റബിൾസ് എല്ലാം 80% കുക്കായിട്ടുണ്ട്. നമ്മളിത് കനം കുറച്ച് അരിയുന്നത് കൊണ്ട് വെജിറ്റബിൾസ് എല്ലാം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. നമ്മൾക്ക് ഇതിനകത്ത് വെള്ളം ഒഴിക്കേണ്ട ആവശ്യം വരത്തില്ല. ഇനി നമ്മളിതിനകത്തോട്ട് തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 3 ടേബിൾ സ്പൂൺ തൈരാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ നേരത്തെ ഒതുക്കി വെച്ച തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം. ഇത് ഇളക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഉടഞ്ഞു പോകരുത്. ഇത് ഓൾമോസ്റ്റ് കുക്കായിട്ടുള്ള വെജിറ്റബിൾസാണ്, അതുകൊണ്ട് ഇത് ശ്രദ്ധിച്ച് വേണം ഇളക്കാനായിട്ട്. ഈ സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിനകത്ത് വെള്ളം കൂടുതലായിട്ട് തോന്നുകയാണെങ്കിൽ ഇത് തുറന്ന് വെച്ചങ്ങ് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ ഇവിടെ പാകത്തിനുള്ള വെള്ളമേ ഉള്ളൂ. ഒരുപാട് കൂടിയിട്ടുമില്ല, ഒരുപാട് ഡ്രൈ ആയിട്ടുമില്ല. കറക്റ്റായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഞാനിവിടെ ഇനി കുറച്ച് നേരം കൂടെ ഇളക്കി കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി നമ്മൾക്ക് ഇതിനകത്തോട്ട് പച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം വേണം ഇത് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അതും വെളിച്ചെണ്ണ തന്നെ നിങ്ങൾ ഒഴിച്ചു കൊടുക്കണം, വേറെ ഓയിലൊന്നും ഒഴിച്ചു കൊടുക്കരുത്. ഞാനിവിടെ എടുത്തിട്ടുള്ള വെജിറ്റബിൾസ് 800 ഗ്രാമാണ്. അതായത് ഇതെല്ലാം ക്ലീൻ ചെയ്ത് നുറുക്കിയതിന് ശേഷമുള്ള വെയിറ്റാണ് 800 ഗ്രാം. അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ അവിയലൊന്ന് ഉണ്ടാക്കി നോക്കുക.
തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ.